അശ്വന്ത് ഗോക്കിനെതിരെ പരാതിയുമായിട്ട് അംഗം അട്ടഹാസം സിനിമയുടെ നിർമ്മാതാവും കോ റൈറ്ററുമായ അനിൽകുമാർ ജി, അതുപോലെ തന്നെ സിനിമയിലെ നായകനായിട്ടുള്ള മാധവ് സുരേഷ്, ഇവരൊരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യം പറയുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് അദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ള ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം, അതിനുശേഷം സംസാരിക്കാം. നമ്മളെ ശരിക്കും നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയേണ്ടുന്നത് അശ്വന്ത് ഗോക്ക്, 2 ഉണ്ണി വ്ളോഗ്. പിന്നെ ഈ അശ്വന്ത് ഗോക്ക് എന്താണ് എനിക്കുണ്ടാക്കിയ നഷ്ടം എന്ന് പറയുന്നത്, നഷ്ടം ചെറുതല്ല. പുള്ളിയുടെ വ്യൂസ് എന്ന് പറയുന്നത് ഏതാണ്ട് 2.5 ലക്ഷം. 2.5 ലക്ഷം എന്ന് പറയുമ്പം ഇപ്പോ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ മിനിമം 10 പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. 10 പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് 25 ലാക്സ് ആൾക്കാരിൽ ഇത് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഈ 25 ലാക്സിൽ മിനിമം 10 ലക്ഷം പേര് ചിലപ്പോൾ മൂവി കാണുന്നവരായിരിക്കും. ഓക്കെ, അപ്പം 10 ലക്ഷം പേര് മൂവി കാണുന്നവരിൽ പിൻവലിക്കുകയാണ്. ഇവിടെ അദ്ദേഹം പരാമർശിക്കുന്ന 2 പേരെ കുറിച്ചാണ്, അശ്വന്ത് ഗോക്ക് അതുപോലെ തന്നെ ഉണ്ണി വ്ളോഗ്സ്. 2 പേരെയും കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യം അശ്വന്ത് ഗോക്കിനെ കുറിച്ച് പറയാം. ഞാൻ പറയാതെ തന്നെ സിനിമ റിവ്യൂ അല്ലെങ്കിൽ നിരൂപണം കാണുന്ന ആളുകൾ ആദ്യം ഉറ്റുനോക്കുന്ന ഒരാളാണ് അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന ആള്. അശ്വന്ത് ഗോക്ക് എന്താണ് സംസാരിക്കുന്നത്, ഒരു സിനിമയെ കുറിച്ച് എന്താണ് പറയുന്നതിനനുസരിച്ചാണ് ഒരു പറ്റം ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നത്. കാരണം ഒരു സിനിമ എന്ന് പറയുന്ന കലാരൂപം സൃഷ്ടിക്കുന്നത് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുവാനും ജനങ്ങൾ കാണുവാനുമാണ്. ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ, അതായത് കഥ മോശം അല്ലെങ്കിൽ ആ സിനിമ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ പബ്ലിസിറ്റി തന്നെ, അതായത് വാമൊഴി കൊണ്ട് തന്നെ ആളുകൾ പറഞ്ഞു വരും, ഇതുപോലെ സിനിമ മോശമാണ്, എടാ പോയി കാണണ്ട, തിയേറ്ററിൽ പോയി കാണാനുള്ള സാധനം ഇല്ല എന്ന് അവർ വാമൊഴി കൊണ്ട് തന്നെ പറയും. അതൊക്കെ ഒരു സിസ്റ്റം ആയിരുന്നു പണ്ട്. അപ്പൊ അങ്ങനെയായിരുന്നു പണ്ടത്തെ സിനിമകളുടെ ഒക്കെ ജയപരാജയങ്ങളൊക്കെ നിർണയിച്ചു കൊണ്ടിരുന്നത്. ആ സമയത്തേക്കാണ് ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വരികയും അതിലേക്ക് അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന വ്യക്തി എത്തുകയും അതുപോലെ തന്നെ അശ്വന്ത് ഗോക്കിനെ പോലെ മറ്റൊരു സിനിമാ നിരൂപകർ എത്തുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അശ്വന്ത് ഗോക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ഈ റിവ്യൂ ഒന്ന് കണ്ടു. സിനിമ ഞാൻ കണ്ടിട്ടില്ല, അംഗം അട്ടഹാസം സിനിമ എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഈ സിനിമയുടെ നിരൂപണം അശ്വന്ത് ഗോക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. അശ്വന്ത് ഗോക്ക് വളരെ, അതായത് ഒരാളെ കണ്ടം മുണ്ടും വെട്ടിമുറിക്കുന്നത് പോലെ വെട്ടിമുറിച്ചിരിക്കുകയാണ്. ആ ഒരു സിനിമയെ കുറിച്ച് വളരെ വളരെ മോശം പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ആ സിനിമയുടെ എന്ത് മേന്മയുണ്ട് എന്നുള്ളത് എനിക്ക് കണ്ടാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഒരു റിവ്യൂ പറയുന്ന ഒരാള് ഒരു സിനിമയുടെ പോസിറ്റീവും നെഗറ്റീവ്സും ഒക്കെ സംസാരിക്കുന്നതിനുള്ളതിന് പകരം അദ്ദേഹം കണ്ടമാനം, അതായത് തീർത്ത് കൊള്ളത്തില്ല എന്ന് പറയുന്നത് പോലെ ചവച്ച് തുപ്പിയ ഒരു അവസ്ഥയാണ് ഒരു സിനിമയെ. അദ്ദേഹം ഒന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് സിനിമയിലെ നായക കഥാപാത്രം അവതരിപ്പിച്ച മാധവ് സുരേഷിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ മോശമായിട്ട് വ്യക്തിഗത ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള സംസാരമാണ് വരുന്നത്. അത് എന്തിനാണ്? മാധവ് സുരേഷ് ആദ്യമായിട്ട് അഭിനയിച്ച മറ്റൊരു സിനിമ ഉണ്ടായിരുന്നു. ആ ഒരു സിനിമ ആക്ച്വലി ആ സിനിമയെക്കുറിച്ച് അതിലെ ഒരു ഡയലോഗും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് പരാമർശിക്കുന്നുണ്ട്. മാധവ് തന്നെ പറയാറുണ്ട്, ആ സിനിമ അദ്ദേഹത്തിന്റെ ആദ്യ പടമായിരുന്നു, അദ്ദേഹത്തിന് അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ പഠിച്ചു വരും, മാധവ് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ നെപ്പോക്കിഡ് ആണെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാൻ എൻ്റെതായ രീതിയിൽ സിനിമ ചെയ്ത് മെച്ചപ്പെട്ടു വരാൻ ഞാൻ ശ്രമിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ ഒരു കാര്യം പറയുമ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കുക. അതായത് എല്ലാവരും ഈ പറയുന്നത് പോലെ ജനിക്കുന്നത് സ്വർണ്ണക്കരണ്ടിയുമായിട്ടായിരിക്കുമല്ലോ. ചിലര് നന്നായിട്ട് ഊതിക്കാച്ചിയ പൊന്നെന്ന് പറയുന്ന പോലെ വർക്ക് ചെയ്ത് വരും. അപ്പൊ അങ്ങനെ മാധവ് സുരേഷ് എന്ന് പറയുന്ന ആക്ടർ അത് സെറ്റായി വരുമെന്നുള്ള അദ്ദേഹത്തിന് സമയം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പകരം ഇത് മുളയിലെ നുള്ളിക്കളയുന്ന രീതിയിലാണ് അശ്വന്ത് ഗോക്കിന്റെ ഒക്കെ റിവ്യൂ വരുന്നത്. രണ്ടാമത് ഉണ്ണി വ്ളോഗ്സിന്റെ റിവ്യൂ ഞാൻ കണ്ടായിരുന്നു. ഉണ്ണിയുടെ റിവ്യൂ അശ്വന്ത് ഗോക്കിനേക്കാളും ഒരു അല്പം കൂടെ ഞാൻ ഉണ്ണി വ്ളോഗ്സിന്റെ റിവ്യൂസ് ആണ് സാധാരണ സിനിമയുടെ ഇതിൽ കാണാറുള്ള. ഉണ്ണി ആ സിനിമയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഉണ്ണിയുടെ ഒരു റിവ്യൂയുടെ പാറ്റേൺ ഉണ്ട്. പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയുന്ന ഒരാളാണ് അദ്ദേഹം. ആ സിനിമയുടെ മേന്മയും പറഞ്ഞിട്ടുണ്ട്, അതിൽ എന്താണ് കുറവുകൾ ഉള്ളത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്നത് ഒരു ഒരു സംവിധായകനെ തിരുത്തിയെടുക്കാം, അല്ലെങ്കിൽ ആ സിനിമയിൽ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്ന് ഒരു നല്ല വിലയിരുത്തലാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിലും എനിക്ക് തോന്നുന്നു വ്യക്തിഗതൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ആ സിനിമയുടെ പോരായ്മകളും അല്ലെങ്കിൽ അദ്ദേഹം കണ്ട പോസിറ്റീവ്സും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ അതാണ്. ശരിക്കും ഈ സിനിമയുടെ നിർമ്മാതാവ് 2 പേര്, അശ്വന്ത് ഗോക്ക്, ഉണ്ണി വ്ളോഗ് എന്നിവരുടെ എല്ലാവരും കാണുന്ന ഒരു ഇതായതുകൊണ്ടായിരിക്കും അവരുടെ 2 പേരുടെ പേര് പറഞ്ഞത്. അതിന് അശ്വന്തിന്റെ റിവ്യൂ ഞാൻ കണ്ടിട്ട് എനിക്ക് അദ്ദേഹം വളരെ സാഡിസ്റ്റിക് ആയിട്ട് ഒന്നിനും കൊള്ളത്തില്ല, ചവച്ച് തുപ്പിക്കളയുകയാണ്. ആ ഒരു അവസ്ഥയാണ്. ഇതേ അശ്വന്ത് ഗോക്ക് തന്നെയാണ് ബ്രോമൻസ് എന്ന് പറയുന്ന സിനിമ
ഭയങ്കര മികച്ച സിനിമയാന്ന് പറയുന്നത്. ബ്രോമൻസ് എന്ന് പറയുന്ന സിനിമ എന്താ പറയുന്നത്, തിയേറ്ററുകളിൽ പരാജയമായ ഒരു സിനിമയും കൂടെയാണ്. ആ സിനിമയ്ക്ക് അന്ന് അത് പിന്നീട് ആ സിനിമയിലെ അഭിനേതാവ് പോലും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പോലും ആ സിനിമ വളരെ കുറേയും കൂടെ മെച്ചപ്പെടുത്തായിരുന്നു അദ്ദേഹം, എന്താ പറയുന്നത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ സിനിമയിൽ അഭിനയിച്ചവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു റിവ്യൂവർ ആ ഒരു സിനിമ വളരെ മികച്ച സിനിമയാണെന്ന് പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അശ്വന്ത് ഗോക്ക് വളരെ മോശമായിട്ട് സംസാരിച്ച ഒരു സിനിമയാണ് ഭീഷ്മപർവം. ആ സിനിമ വളരെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. ഇദ്ദേഹം എവിടെയോ എന്തോ ഒരു സാഡിസം മനസ്സിലുണ്ട്. അറിഞ്ഞം പുറഞ്ഞം പുച്ഛം എന്ന് തന്നെ പറയാം. കണ്ണി കാണുന്ന എല്ലാം പുച്ഛം, വരുന്ന എല്ലാം പുച്ഛം. ഒരു സിനിമയെ ആസ്വദിക്കാനുള്ള കഴിവ് തന്നെ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് അറിയത്തില്ല. പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സിനിമകളും അല്ലെങ്കിൽ ഭയങ്കര കൊട്ടിഘോഷിക്കപ്പെട്ടു വരുന്ന പല സിനിമകളും അദ്ദേഹം ഭയങ്കര ജയന്റ് വണ്ടർ, ഭയങ്കര സെറ്റപ്പാന്നൊക്കെ പറയുന്നുണ്ട്. ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അദ്ദേഹത്തിന്, അദ്ദേഹത്തിന്റെ കണ്ണിൽ ഒരാളെ കുറിച്ച് നല്ലത് പറയണം തോന്നി അങ്ങ് പറയും. അവിടെ നെഗറ്റീവ്സ് ഒന്നും അതിന് തോന്നുന്നില്ല. പിന്നെ ഒരാൾ കണ്ണിൽ മോശമെന്ന് കണ്ടു കഴിഞ്ഞാൽ വെട്ടിക്കളയാണ്. ഒരു വാഴ വെട്ടിയിടുന്ന പോലെ വെട്ടി ദൂരെ കളയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യ ഇപ്പം എന്തായാലും മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഇത് മാധവൻ ഇതിനകത്ത് എന്താ പറയാനുള്ളതെന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. റിവ്യൂവേഴ്സിൽ പ്രത്യേകിച്ച് ഈ അശ്വന്തിന്റെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഭയങ്കരമായ നെഗറ്റീവാണ് അദ്ദേഹം പറയുന്നത്. ആ നെഗറ്റീവ് എന്ന് പറയുന്ന ക്രിറ്റിസിസം അല്ല. ഇറ്റ് ഗോട്ട് ടു എ പോയിന്റ് വെയർ വാസ് അബ്യൂസ്. ഹി ടേക്സ് മണി ടു ഡു റിവ്യൂസ് എന്നൊക്കെ ഉള്ളത് ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. സ്വന്തം കാശ് ഇറക്കിയ ഒരു പ്രൊഡ്യൂസർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. എന്നോട് ചോദിച്ചത് 1,00,000 രൂപയാണ്. 1,00,000 രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. I collectively think no party is going to save our country or our state. Only good individuals with a strong backbone can. വളരെ സിമ്പിൾ ആയിട്ട് പറയും. ഇപ്പൊ ചേട്ടൻ തന്നെ എന്റെ ഒരു ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റിന്റെ അടിയിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മാധവ് പറയുന്നത്. മാധവനെ വളരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലാണ് ആക്ച്വലി സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആക്ടറുടെ അഭിനയം മോശമാണെങ്കിൽ അത് ശരിയായില്ല എന്നും നമുക്ക് പറയാം. അഭിനയം നമുക്ക് കല്ലുകടിയായിട്ട് തോന്നിയെന്ന് പറയാം. പകരം ഒരാളെ ടാർഗറ്റ് ചെയ്ത് വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറയുമ്പം ഒരു എന്താ പറയുന്നത്, എല്ലാവർക്കും മനസ്സും കാര്യങ്ങളും ഉള്ളതാണ്. അത് എല്ലാവർക്കും ഒരു മൈൻഡ് ഉണ്ട്. ആ മൈൻഡ് ഔട്ടായി പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, ഇതിപ്പം ഈ ഒരു സംവിധായകൻ സുജിത് എസ് നായരാണ്. അതുപോലെ തന്നെ ഇപ്പം നിർമ്മാതാവാണ് ഇതിന് കേസിന് പോകുന്നത്. കാരണം സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരിക്കുകയാണ്. കാരണം എത്തിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, മാധവ് സുരേഷ് ഒരു സ്റ്റാർ മെറ്റീരിയൽ ആയിട്ടില്ല. അദ്ദേഹം വളർന്നു വരുന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞതുപോലെ ഞാൻ റിവ്യൂസിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് കാണാതെ ഒരിക്കലും എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. എങ്കിലും ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന ആളുകളും ഇതിൻ്റെ അകത്ത് കുറേ പോരായ്മകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, മാധവനെ വളരെ എന്താ പറയുന്നത്, അദ്ദേഹത്തിന്റെ അച്ഛൻ സുരേഷ് ഗോപി ഒരു BJP പ്രവർത്തകനായതുകൊണ്ടും ആ ഒരു രീതിയിലുള്ള ഒരു അറ്റാക്ക്, വളരെ രീതിയിൽ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഈ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. സിനിമയുടെ കഥാപരമായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മാധവ് പറഞ്ഞിട്ടുണ്ട്. ഗുണ്ടകളുടെ കഥ പറയുന്ന ഒരാൾ ഗുണ്ടയാകുന്നത് എങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങളാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം പോരായ്മ ഉണ്ടായിരുന്നു, അദ്ദേഹം മെച്ചപ്പെട്ടു വരും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു സിനിമയെ ഇങ്ങനെ നശിപ്പിക്കുകയാണ്. പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, മാധവിനെ കുറേ പേര് വ്യക്തിഹത്യ ചെയ്തു. മാത്രമല്ല ഒരു സിനിമയെ കണ്ടം വെട്ടിത്തൂരെ കളയാന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമാ നിരൂപണങ്ങളൊന്നും ശരിയായ ഒരു നടപടിയല്ല. അതായത് വരിക, എന്താ പറയുക, ഒരു സിനിമ കാണുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വലിച്ചു കീറുക എന്നൊരവസ്ഥയല്ലേ. അദ്ദേഹത്തിന്റെ ഇദ്ദേഹമൊക്കെ ഒരു റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ, അശ്വന്ത് ഗോക്കൊക്കെ ഒരു റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ, ഒരു എന്താ പറയുന്നത് 2 ലക്ഷം 3 ലക്ഷം പേരൊക്കെ ഒരു സിനിമ അദ്ദേഹത്തിന്റെ റിവ്യൂ കാണുന്നുണ്ട്. അതിന് മുകളിലേക്ക് ഉണ്ടെങ്കിലേ ഉള്ളൂ. അത്രയും പേരെന്ന് പറയുമ്പോൾ അത്രയും പേരിൽ ഒരു 3 ലക്ഷം പേര് വേണ്ട, അതിലൊരു 1 ലക്ഷം പേരെങ്കിലും സിനിമ തിയേറ്ററിൽ വന്ന് കാണാനുള്ള ആളുകൾ ഉണ്ടാവുമായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ പോലും പിന്തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ എത്തുന്നത്. എന്തായാലും തുടർ നടപടികൾ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർ പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ബാക്കി കണ്ടിരിക്കാം. ഇനി വരും സിനിമകൾ, ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ അദ്ദേഹം റിവ്യൂ പറഞ്ഞ് നശിപ്പിച്ച കുറേ സിനിമകളുണ്ട്. അപ്പം എന്താണ് ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങളെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അശ്വന്ത് ഗോക്ക് കുറേയും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. പക്ഷെ മറ്റുള്ളവരെ തകർക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളോ കാര്യങ്ങളോ
ഒന്നും വരുത്താതെ. അല്ലെങ്കിലും ഒരു സിനിമയെ കാണുമ്പോൾ, ഇപ്പം നമ്മളൊരു സിനിമ കാണുവാണെങ്കിൽ എടാ ആ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എടാ അതൊക്കെ ശരിയായില്ല, എന്നാ പറ്റിയടാ അതിനകത്ത് കുഴപ്പങ്ങളെന്ന് ചോദിച്ചാൽ എടാ ഇന്ന കാര്യങ്ങൾ കുഴപ്പങ്ങളാ, അല്ല പിന്നെ ഇന്ന കാര്യങ്ങൾ കൊള്ളായിരുന്നു. ഈ രണ്ട് രീതിയിൽ വേണം ഒരു സിനിമേനെ നിർവചിക്കാൻ. അതായത് പോസിറ്റീവ്സും പറയണം, നെഗറ്റീവ്സും പറയണം. പകരം വെട്ടി തൂരെ കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ടെക്നീഷ്യന്മാരെ പോലും പുള്ളി ഒരുമാതിരി AK-47 നോക്കി വെടിവെച്ച് തകർക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം എന്തായാലും അശ്വന്തിൻ്റെ റിവ്യൂസ് ഇനിയും മുന്നോട്ട് വരുമെന്നറിയാം. അദ്ദേഹം മാറട്ടെ. എന്തായാലും ഇതിൻ്റെ ബാക്കി ഈ പ്രൊഡ്യൂസർ എന്തായാലും അദ്ദേഹം ഒരു അഡ്വക്കേറ്റും കൂടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അദ്ദേഹം പരാതിയും കാര്യങ്ങളുമായിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകുന്നു. ബാക്കി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല, നോക്കാം.